ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. ദ 7 ഏജസ് ഓഫ് മാൻ. ഈ ഒരു പോമിൻ്റെ സമ്മറി നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസും ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ദ 7 ഏജസ് ഓഫ് മാൻ എഴുതിയിട്ടുള്ളത് ആരാണ്? വില്യം ഷേക്സ്പിയർ ആണ് എഴുതിയിട്ടുള്ളത്. ഇതിൽ പറയുന്നത് എന്താണ്? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെയാണ് ഈ ഒരു പോം കടന്നു പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ഈ പോമിൽ പറയുന്നത്? ഈ പോമിലൂടെ വില്യം ഷേക്സ്പിയർ പറയുന്നത് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിലുടനീളം കടന്നു പോകുന്ന പല സ്റ്റേജസിനെ പറ്റിയിട്ടാണ് പറയുന്നത്, അല്ലേ? നമ്മൾ ജനിച്ച് വീഴുമ്പോൾ ഒരു കുഞ്ഞാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഒരു 4 വർഷം കഴിയുമ്പോൾ നമ്മൾ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയായി മാറുന്നുണ്ട്, പിന്നെ ഒരു ലവറായി മാറുന്നുണ്ട്, പിന്നെ ഒരു സോൾജറായി മാറുന്നുണ്ട്, ജസ്റ്റിസ്, അല്ലേ? അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. പിന്നെ എന്താണ്? പിന്നെ പോകെ നമുക്ക് പ്രായമാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചേഞ്ചസും ലൈഫിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഈ പോമിൽ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതാണ് അതിൻ്റെ ചെറിയൊരു സമ്മറി വരുന്നത്. ദ പോം ദ 7 ഏജസ് ഓഫ് മാൻ റിട്ടൺ ബൈ വില്യം ഷേക്സ്പിയർ ടെൽസ് us that the world is a stage and all people are actors. ഈ പോമിൽ പറയുന്നത് എന്താണ്? ഈ ഭൂമി എന്ന് പറഞ്ഞാൽ, ഈ ലോകം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജാണ്. നമ്മളൊക്കെ അതിൽ ജീവിക്കുന്ന ആക്ടേഴ്സാണ്, നടന്മാരും നടികളുമാണ് എന്നാണ് പറയുന്നത്. എവറി പേഴ്സൺ പ്ലേസ് 7 റോൾസ് ഇൻ ലൈഫ്. ഓരോ മനുഷ്യനും അവരുടെ ജീവിതത്തിൽ 7 റോളുകളാണ് പ്ലേ ചെയ്യുന്നത്. ഫസ്റ്റ്, ഹീ ഈസ് എ ബേബി ഹു ക്രൈസ്. ആദ്യം എങ്ങനെയാണ്? ആദ്യം ഒരു ബേബിയാണ്, കരഞ്ഞിട്ട് ഈ ഭൂമിയിലേക്ക് വരുന്ന ഒരു കുട്ടിയാണ്. പിന്നീട് ദെൻ ഹീ ബിക്കംസ് എ സ്കൂൾ ബോയ് വിത്ത് എ ബാഗ്. പിന്നീട് അവനൊരു സ്കൂളിൽ പോകുന്ന കുട്ടിയായിട്ട് മാറുന്നു. അവൻ്റെ തോളിൽ ഒരു ബാഗും ഉണ്ടാവും. ആ ഒരു സ്റ്റേജ് കുറേ നാളിങ്ങനെ പോകും. അത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടാവുന്നത്? ആഫ്റ്റർ ദാറ്റ് ഹീസ് എ ലവർ ഹു റൈറ്റ് സാഡ് സോങ്സ്. കുറച്ച് കഴിഞ്ഞാൽ അവനൊരു ലവറാവും. പിന്നെന്താണ്? സങ്കടം നിറഞ്ഞ പാട്ടുകളൊക്കെ എഴുതും. ദെൻ ഹീ ബിക്കംസ് എ ബ്രേവ് സോൾജിയർ ഹു വാണ്ട്സ് ഫെയിം. പിന്നീട് അവൻ എന്താണ്? ബ്രേവായിട്ട്, നല്ല കറേജിയസ് ആയിട്ട്, ധൈര്യമുള്ള ഒരു സോൾജിയർ, പോരാളിയായി മാറും എന്നാണ് പറയുന്നത്. അവനെന്താണ്? അവനെ കുറച്ച് പേര് അറിയണം, അല്ലേ? അങ്ങനെയുള്ളൊരു ഫെയിമൊക്കെ അവന് വേണമെന്ന് ഒരു തോന്നലുണ്ടാവുന്ന ഒരു സമയമാണ്. ലേറ്റർ ഹി ബിക്കംസ് എ വൈസ് ജഡ്ജ്. പിന്നീട് അവൻ എന്താണ്? ബുദ്ധിയുള്ളൊരു ജഡ്ജായിട്ട് മാറുന്നുണ്ട്. ഇൻ ദ 6th സ്റ്റേജ് ഹീസ് എ തിൻ ഓൾഡ് മാൻ വിത്ത് ഗ്ലാസസ്. ഇൻ ദ ലാസ്റ്റ് സ്റ്റേജ് ഹീസ് ലൈക്ക് എ ബേബി അഗെയിൻ വിത്ത് നോ ടീത്ത് ഓർ മെമ്മറി. ദ പോം ഷോസ് ഹൗ ലൈഫ് ചേഞ്ചസ് ഫ്രം ബർത്ത് ടു ഓൾഡ് ഏജ്. പിന്നീട് എന്താണ്? 6ാമത്തെ സ്റ്റേജിലാവുമ്പോഴേക്കും ഒരു തിൻ ഓൾഡ് മാൻ, പ്രായമായിട്ടുള്ളൊരു മനുഷ്യനായിട്ട് മാറി. അയാൾ ഗ്ലാസ്സസ് ഒക്കെ വെച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ജീവിതത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്തോടെ അദ്ദേഹം അടുത്ത് തുടങ്ങി. പിന്നെ ഓക്കെ, ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ പല്ലൊക്കെ പൊഴിഞ്ഞു പോയി. അദ്ദേഹം നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? പല്ലൊന്നും ഇല്ല, അല്ലേ? അപ്പോൾ അതേ രീതിയിലേക്ക് മാറി തുടങ്ങിയിരിക്കുന്നു. ഓർമ്മയൊന്നും ഇല്ല, അല്ലേ? ബാക്കിയുള്ളവരൊന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ അതേ സ്റ്റേജിലേക്കൊക്കെ നമ്മൾ തിരിച്ചു പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരാളുടെ ജീവിതം ബർത്ത് തൊട്ട് ഡെത്ത് വരെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്നാണ് ഈ ഒരു പോമിൽ പറയുന്നത്. ഓരോ ചെറുതായിട്ടാണ് ഞാൻ സമ്മറി കൊടുത്തിട്ടുള്ളത്, പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഹൗ ഈസ് ഇൻഫാൻസി ഡിസ്ക്രൈബ്? വാട്ട് ആർ ദി ആക്ഷൻസ്? ഇൻഫാൻസിനെ എങ്ങനെയാണ് ഇവിടെ ഡിസ്ക്രൈബ് പറഞ്ഞിട്ടുള്ളത്? ഏതൊക്കെ ആക്ഷൻസ് ആണ് പറയുന്നത്? ഇൻഫാൻസി ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫ്. ദ ബേബി ക്രൈസ് ആൻഡ് വോമിറ്റ്സ് ഇൻ ദ നഴ്സസ് ആർംസ്. ദ ബേബി കനോട്ട് ഡു എനിത്തിങ് അലോൺ ആൻഡ് നീഡ്സ് അതേഴ്സ് ഫോർ ഹെൽപ്പ്. അപ്പോൾ ഇൻഫാൻസി എന്ന് പറയുന്നത് ലൈഫിൻ്റെ ഏറ്റവും തുടക്കത്തിലെ സ്റ്റേജാണ്, അല്ലേ? നമ്മൾ പിറന്നു വീഴുന്ന ഒരു സമയം നമ്മൾ നഴ്സിൻ്റെ കയ്യിലിരുന്നിട്ട് ഒരു ബേബി ക്രൈ ചെയ്യുന്നുണ്ട്, കരയുന്നുണ്ട്, അതുപോലെ തന്നെ വോമിറ്റ് ചെയ്യുന്നുണ്ട്, ഛർദ്ദിക്കുന്നുണ്ട്, അല്ലേ? ബേബിക്ക് ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യാൻ അറിയില്ല, അല്ലേ? അപ്പോൾ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർ ചെയ്തു കൊടുക്കണം. എല്ലാ കാര്യത്തിലും മറ്റുള്ളവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഇൻഫാൻസി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ സ്റ്റേജിലുള്ള ആക്ഷൻസ് ഏതൊക്കെയാണ്? ഈ 2 ആക്ഷൻസാണ്, ക്രൈയിങ്ങും വോമിറ്റിങ്ങുമാണ് ആ ഒരു സ്റ്റേജിലെ ആക്ഷൻസ് വരുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിത്ത് വിച്ച് സ്റ്റേജ് ഡു യു ഐഡൻറ്റിഫൈ നൗ വൈ? ഈ ഷേക്സ്പിയറിൻ്റെ ഈ പോത്തിലെ എത്രാമത്തെ സ്റ്റേജിൽ, അല്ലെങ്കിൽ ഏത് സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഏത് സ്റ്റേജിലാണ്? 2nd സ്റ്റേജിലാണല്ലേ. ഐ ഐഡൻറ്റിഫൈ വിത്ത് എ സ്കൂൾ ബോയ് സ്റ്റേജ് ബിക്കോസ് ഐ ഗോ ടു സ്കൂൾ എവറി ഡേ വിത്ത് എ ബാഗ്. Sometimes I feel lazy to wake up early and go to school, just like the boy in the poem. അല്ലേ? അപ്പോൾ ഞാൻ എന്നെ ആ സ്കൂൾ ബോയിൻ്റെ സ്റ്റേജിലാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. കാരണം ആ കുട്ടി പോകുന്നത് പോലെ ഞാനും എന്നും ബാഗും തൂക്കി സ്കൂളിലേക്ക് പോകാറുണ്ട്. രാവിലെയൊക്കെ എനിക്ക് ലേസിയാണ്, എനിക്ക് മടി തോന്നാറുണ്ട്.
ആ കുട്ടിയെ പോലെ തന്നെ മടി തോന്നാറുണ്ട് എന്നാണ് പറയുന്നത്. വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് ദ സോൾജിയർ, വാട്ട് ഡസ് ഹി സീക്ക്? ആ ഒരു സോൾജിയറിന് എന്തെല്ലാം ക്വാളിറ്റീസ്, ഗുണങ്ങളാണുള്ളത്, എന്തൊക്കെയാണ് അയാൾ സീക്ക് ചെയ്യുന്നത്, അന്വേഷിക്കുന്നത്? ദ സോൾജിയർ ഈസ് ബ്രേവ് ആൻഡ് പ്രൗഡ്, ഹി ഗെറ്റ്സ് ആംഗ്രി ക്വിക്ലി ആൻഡ് ഈസ് റെഡി ടു ഫൈറ്റ്, ഹി വാണ്ട് ഷോർട്ട് ലിവ്ഡ് ഫെയിം ഈവൺ ഇഫ് ഹി ഹാസ് ടു ഫേസ് ഡേഞ്ചർ. എന്താ പറയുന്നത്? സോൾജിയർ ബ്രേവ് ആണ്, ധൈര്യമുള്ള ആളാണ്, അതുപോലെ തന്നെ പ്രൗഡായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം വരും, അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്യാൻ ഏത് നിമിഷവും അദ്ദേഹം റെഡിയാണ്. എന്താ വേണ്ടത്? ഫെയിം, ഗ്ലോറി വേണം, ഫെയിം വേണം, നാലാൾ അറിയണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ള ഒരാളാണ്. അതിന് വേണ്ടിയിട്ട് എന്ത് ഡേഞ്ചറും എന്ത് അപകടവും തരണം ചെയ്യാൻ അയാൾക്ക് ഒരു മടിയുമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സീക്ക് ചെയ്യുന്നത്? ഫെയിമാണ് സീക്ക് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ക്വാളിറ്റീസ് വരുന്നത്? ബ്രേവും പ്രൗഡും ആണ്, അതാണ് അതിൻ്റെ ക്വാളിറ്റീസ് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഹൗ ഡസ് ദ റൈറ്റർ ഡിസ്ക്രൈബ് ദ സിക്സ് സ്റ്റേജ്? എങ്ങനെയാണ് റൈറ്റർ ആറാമത്തെ ഏജ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഹൗ ഈസ് ഇറ്റ് ഡിഫറെൻറ്റ് ഫ്രം ഏർലിയർ സ്റ്റേജസ്? ഇതിൻ്റെ മുമ്പുള്ള സ്റ്റേജസിൽ നിന്ന് ആ സിക്സ്ത് സ്റ്റേജ് എങ്ങനെയാണ് ഡിഫറെൻറ്റ്? ആറാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഓൾഡ് ഏജിലേക്ക് കടന്നു അല്ലേ, ആ ഒരു സ്റ്റേജാണ് വരുന്നത്. അപ്പോൾ എന്താ നോക്കുക, ആൻസർ നോക്കാം നമുക്ക്. In the sixth stage, a person becomes thin and old. He wears loose clothes and glasses. He keeps a small pouch with him. His legs are weak and his strong voice becomes thin and high. അല്ലേ, സിക്സ്ത് സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ അയാൾ ഓൾഡായി, പ്രായമായി. അദ്ദേഹം ലൂസ് ക്ലോത്ത്സ്, കുറച്ച് ലൂസായിട്ടുള്ള ക്ലോത്ത്സാണ് ഇടുന്നത്. അതുപോലെ തന്നെ കണ്ണടയൊക്കെ വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു സ്മോൾ പൗച്ച് എപ്പോഴും ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ കാലുകൾക്കൊക്കെ ബലക്ഷയം വന്ന് തുടങ്ങി അല്ലേ. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗാംഭീര്യമുള്ള വോയിസൊക്കെ മാറിയിട്ട് അതിനൊരു കട്ടിയൊക്കെ കുറഞ്ഞ് ഒരു കാമായിട്ടുള്ള നോയ്സായി മാറി എന്നാണ് പറയുന്നത്. ശബ്ദം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്താണ് ഡിഫറൻസ് എന്ന് ചോദിക്കുന്നുണ്ട്. ഇതാണ് ഡിഫറൻസ് വരുന്നത്. ആൻസറിൻ്റെ ഭാഗം തന്നെയാണ്. ഇൻ ഏർലി സ്റ്റേജസ് പീപ്പിൾ ആർ സ്ട്രോങ്, ആക്റ്റീവ് ആൻഡ് ഫുൾ ഓഫ് ഡ്രീംസ്. ഇൻ ദിസ് ഏജ് ദേ ബിക്കം ക്വൈറ്റ്, ടയർഡ് ആൻഡ് ഫോർഗെറ്റ്ഫുൾ. എന്താ വ്യത്യാസം വരുന്നത്? അതിൻ്റെ മുമ്പത്തെ സ്റ്റേജിലാണ്, സ്കൂൾ ഗോയിങ് സ്റ്റേജിൽ, അല്ലെങ്കിൽ എന്താണ് ആ സോൾജിയറിൻ്റെ സ്റ്റേജിലൊക്കെ എന്താണ്, നമ്മൾ കുറച്ചും കൂടി നമുക്ക് ശക്തിയുണ്ട്, നമ്മൾ ആക്റ്റീവാണ്, പല കാര്യങ്ങൾക്കും നമ്മൾ മുന്നിട്ട് നിൽക്കും അല്ലേ. കുറേ സ്വപ്നങ്ങളുള്ളൊരു കാലഘട്ടമാണ്. പക്ഷേ ഓൾഡ് ഏജിലേക്ക് കടക്കുന്തോറും എന്താണ്, നമ്മൾ ടയേർഡാണ്, എപ്പോഴും നമുക്ക് ക്ഷീണമാണ്, നമ്മൾ അധികമൊന്നും സംസാരിക്കാതെയാവും, അധികമൊന്നും ആക്റ്റീവ് അല്ലാതെയാവും, പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഈ ഒരു ഭാഗമാണ്. നൗ റീഡ് ദ എക്സ്ട്രാക്ട് അഗെയിൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. ഇവിടെ കുറേ ലൈഫിൽ 7 സ്റ്റേജസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണ്, കീ ഇമേജറി എന്താണെന്നൊക്കെയാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. ഇൻഫാൻ്റ് ആയിരിക്കുമ്പോൾ എങ്ങനെയാണ്? ബേബി ഹു ക്രൈസ് ആൻഡ് വൊമിറ്റ്സ് വൈൽ ഇൻ നേഴ്സസ് ആംസ്. ആ നേഴ്സിൻ്റെ കയ്യിലിരുന്നിട്ട് വൊമിറ്റ് ചെയ്യുന്നും കരയുന്നും ഒക്കെ ഉണ്ട്. കീ ഇമേജറി അത് നമുക്ക് കാണിച്ചു തരുന്ന ആ ലൈന്, ആ ഒരു ഭാഗം ഏതാണ്? മ്യൂലിംഗ് ആൻഡ് പ്യൂക്കിംഗ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഇന്നസെൻ്റ് ആണ്, വീക്കാണ്, നീഡ് അതേഴ്സ് ഹെൽപ്പ്, മറ്റുള്ളവരുടെ സഹായം വേണ്ടി വരുന്ന ഒരു സമയമാണ്. സ്കൂൾ ബോയ് എങ്ങനെയാണ്? ബോയ് വിത്ത് എ സ്കൂൾ ബാഗ് ഹു ഗോസ് ടു സ്കൂൾ സ്ലോലി ആൻഡ് നോട്ട് വില്ലിങ് ടു ഗോ ടു സ്കൂൾ അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഡിസ്ക്രിപ്ഷൻ വരുന്നത്. കീ ഇമേജറി ഏതൊക്കെയാണ്? ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ, അൺവില്ലിങ് ടു ഗോ ടു സ്കൂൾ. ഇങ്ങനെ മെല്ലെ മെല്ലെ എഴഞ്ഞെഴഞ്ഞാണ് പോകുന്നത് അല്ലേ, സ്കൂളിൽ പോകാൻ ഒട്ടും തന്നെ ഇഷ്ടമില്ല. ക്യാരക്ടറിസ്റ്റിക്സ് ഏതാ വരുന്നത്? ലേസിയാണ്, അൺഹാപ്പിയാണ്, പഠിക്കാൻ ഇഷ്ടമില്ല. അടുത്ത വരുന്നത് ലവേഴ്സ് സ്റ്റേജ് ആണ്. യങ് മാൻ ഹു സൈസ് ആൻഡ് റൈറ്റ് സാഡ് സോങ് ഫോർ ഹിസ് ഗേൾ ഫ്രണ്ട്. ലവറിനെ കുറിച്ച് ആലോചിച്ച് സാഡ് സോങ്സ് ഒക്കെ എഴുതുന്ന ഒരു സമയമാണ്. സൈയിങ് ലൈക്ക് ഫേർണസ് വിത്ത് എ വോഫുൾ ബെലാഡ്. ഏതാണ് ഇമേജറി വരുന്നത്? ഇതാണ് ഇമേജറി വരുന്നത്. ഇനി എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്? ഇമോഷണലാണ്, റൊമാൻറ്റിക് ആണ്, സാഡ് ഇൻ ലവ്. ഓക്കെ, ഇനി സോൾജിയർ ആണ് അടുത്തത് വരുന്നത്. മാൻ വിത്ത് എ ബേർഡ് ഹു ഫൈറ്റ്സ് ക്വിക്ലി ആൻഡ് വാണ്ട്സ് ഫെയിം. ബേർഡ് ഒരു താടിയൊക്കെ ഉള്ള ഒരാളാണ് അല്ലേ. അതുപോലെ തന്നെ എന്താണ്, അദ്ദേഹത്തിന് ഫൈറ്റ് ചെയ്യാൻ പെട്ടെന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ്, ഫെയിമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. ഏതാണ് ഇമേജറി വരുന്നത്? ബേഡഡ് ലൈക്ക് ദ പാർട്ട്, സഡൻ ആൻഡ് ക്വിക്ക് ഇൻ ക്വാറൽ. ഏതാണ് ക്യാരക്ടറിസ്റ്റിക്സ്? ബ്രേവ്, പ്രൗഡ്, ആംഗ്രി, ലവ്സ് ഓണർ. ഇതാണ് ജസ്റ്റിസ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രായമായി തുടങ്ങുന്ന ആ ഒരു സ്റ്റേജാണ്. ഫാറ്റ് വൈസ് മാൻ വിത്ത് നീറ്റ് ബേർഡ് ഹു ഗിവ്സ് അഡ്വൈസ്. മറ്റുള്ളവർക്ക് ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സമയമാണ്. ഏതാണ് ഇമേജറി വരുന്നത്? ഐ സിവിയർ ഫുൾ ഓഫ് വൈസ് സീയിങ്സ് ഫെയർ റൗണ്ട് ബെലി.
വൈസ് ആണ്, സീരിയസ് ആണ്, റെസ്പെക്റ്റഡ് ആണ്, എക്സ്പീരിയൻസ്ഡ് ആണ്. ഇനി പാറ്റ്ലൂൺ അല്ലെങ്കിൽ ഓൾഡ് ഏജിന് എന്താ പറയുന്നത്? തിൻ ഓൾഡ് മാൻ വിത്ത് സ്പെക്ടക്കിൾ, സ്ലിപ്പേഴ്സ് ആൻഡ് സ്മോൾ ബാഗ്. കണ്ണടയൊക്കെ വെച്ചിട്ട് സ്ലിപ്പേഴ്സൊക്കെ ധരിച്ച് എപ്പോഴും ഒരു പൗച്ച് കൂടെ കൊണ്ട് നടക്കുന്ന ഒരു സമയമാണ്. സ്പെക്ടക്കിൾസ് ഓൺ നോസ്, പൗച്ച് ഓൺ സൈഡ്, ഷ്രങ്ക് ഷാക്ക്. അതാണ് ഇമേജറി വരുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? വീക്കാണ്, ഓൾഡാണ്, ഫണ്ണിയാണ്, പെട്ടെന്ന് ഫൊഗെറ്റ് തിങ്സ്, പെട്ടെന്ന് കാര്യങ്ങൾ മറക്കുക. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ ആണ്. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദി ടേബിൾ ഡിസ്കസ് ദ പോയിന്റ്സ് ആൻഡ് റൈറ്റ് എ ബ്രീഫ് പാരഗ്രാഫ് സമ്മറൈസിംഗ് ദി സെൻട്രൽ തീം ഓഫ് ദി എക്സ്ട്രാക്ട്. സെൻട്രൽ തീം ഓഫ് ദി എക്സ്ട്രാക്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗൈഡ് ലൈൻസ് ബിലോ. ഇവിടെ ഒരു പാരഗ്രാഫിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്, ബാക്കി നിങ്ങളോട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇതേ ഒരു ഭാഗം തന്നെ നിങ്ങൾക്ക് ഈ പോമിൻ്റെ അപ്രീസിയേഷൻ ചോദിച്ചാൽ എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം ഒന്ന് പഠിച്ചു വെക്കുക. ദ 7 Ages of Man റിട്ടൺ ബൈ വില്യം ഷേക്സ്പിയർ ഈസ് ടേക്കൺ ഫ്രം ദി പ്ലേ ആസ് യു ലൈക്ക് ഇറ്റ്. 7 Ages of Man വില്യം ഷേക്സ്പിയർ എഴുതിയതാണ്. അത് എടുത്തിട്ടുള്ളത് ഏതിൽ നിന്നാണ്? ആസ് യു ലൈക്ക് ഇറ്റ് എന്ന് പറയുന്ന പ്ലേയിൽ നിന്നാണ്. ഇൻ ദിസ് എക്സ്ട്രാക്ട് ദ വേൾഡ് ഈസ് കമ്പയർഡ് ടു എ സ്റ്റേജ്. ഈ എക്സ്ട്രാക്റ്റിൽ എന്താ പറയുന്നത്? ഈ ഒരു ലോകം ഒരു സ്റ്റേജുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ദ എക്സ്ട്രാക്ട് ഔട്ട്ലൈൻസ് 7 stages ഓഫ് ഹ്യൂമൻ ലൈഫ്. ഹ്യൂമൻ ലൈഫിലെ 7 സ്റ്റേജസ് ആണ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് ദ ഇൻഫാൻറ്റ് ക്രൈസ് ആൻഡ് നീഡ്സ് കെയർ. ആദ്യത്തെ സ്റ്റേജിൽ കുട്ടി കരയുന്നുണ്ട്, അവന് കെയർ ആവശ്യമാണ്. ദെൻ ഹി ബിക്കംസ് എ സ്കൂൾ ബോയ് ഹു ഗോസ് ടു സ്കൂൾ സ്ലോലി ആൻഡ് അൺവില്ലിംഗ്ലി. പിന്നീട് അവനൊരു സ്കൂളിൽ പോകുന്ന കുട്ടിയായിട്ട് മാറുന്നു. അവന് സ്കൂളിൽ പോകാൻ ഒട്ടും തന്നെ ഇഷ്ടമില്ല. ആഫ്റ്റർ ദാറ്റ് ഹീസ് എ ലവർ ഹു സൈസ് ലൈക്ക് എ ഫേർണസ് ആൻഡ് റൈറ്റ് സാഡ് സോങ്സ്. പിന്നീട് അവനൊരു ലവറായി മാറുന്നുണ്ട്, സാഡ് സോങ്സ് ഒക്കെ എഴുതുന്നുണ്ട്. Then he becomes a brave soldier who fights for honor and seeks fame. പിന്നെ അവൻ എന്താണ്? ബ്രേവ് സോൾജർ ആവുന്നുണ്ട്. അവന് മറ്റുള്ളവരെ അനുമോദിക്കുന്നതും അതുപോലെ തന്നെ അവനായിട്ടൊരു ഫെയിം വരുന്നതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. ലേറ്റർ ഹീ ഈസ് എ വൈസ് ജഡ്ജ് വിത്ത് എ റൗണ്ട് ബെല്ലി ഹു ഗിവ്സ് അഡ്വൈസ്. പിന്നീട് അദ്ദേഹം എന്താണ്? കുറച്ച് പ്രായമായിട്ടുള്ളൊരു സ്റ്റേജിലേക്ക് മാറുന്നു. ഇപ്പോൾ എന്താണ്? ഒരു കൊടവയറൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അഡ്വൈസ് കൊടുക്കാനും ഉപദേശങ്ങൾ കൊടുക്കാനും ഇഷ്ടമാണ്. In the 6th stage, he becomes an old man with spectacles on his nose and weak legs. 6ാമത്തെ സ്റ്റേജിൽ ഒരു കണ്ണടയൊക്കെ വെച്ചിട്ട് എന്താണ്? ശക്തിയൊക്കെ അദ്ദേഹത്തിന് കുറഞ്ഞു വരുന്നുണ്ട്, പ്രായമായി തുടങ്ങിയിട്ടുണ്ട്. The last stage is his second childhood where he is helpless like a baby with no teeth, no eyes and no memory. ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്? പണ്ടത്തെ പോലെ ഓരോ കുട്ടിയുടെ സ്റ്റേജിലേക്ക് മാറുന്നു. പല്ലൊക്കെ പൊഴിഞ്ഞു പോയിട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും ബാക്കിയുള്ളവരുടെ ഹെൽപ്പൊക്കെ വേണ്ടുന്ന ഒരു സ്റ്റേജ് ആണ് അല്ലേ? The poem tells us that life changes from birth to old age and in the end everyone becomes weak and needs help. ഈ പോം എന്താ പറയുന്നത്? നമ്മുടെ ലൈഫ് ജനിച്ചത് മുതൽ ഒരു ഓൾഡ് ഏജ് വരെ അതിൽ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ എത്ര ചെറിയൊരു കുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ എത്ര ശക്തിയുള്ള ഒരാളാണെങ്കിലും ഒരു ഓൾഡ് ഏജ് വരുമ്പോൾ അവർ വീക്കാവും, അവർക്ക് മറ്റുള്ളവരുടെ സഹായങ്ങൾ വേണ്ടി വരും എന്നാണ് പറയുന്നത്. അടുത്തത് വരുന്നത് ഈ ആക്ടിവിറ്റിയാണ്. ലെറ്റ്സ് റീകോൾ ആൻഡ് റീക്രിയേറ്റ്. ഇവിടെ എന്താണ്? എക്സ്ട്രാക്റ്റിൽ നിന്ന് കുറച്ച് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദ വൈനിങ് സ്കൂൾ ബോയ് വിത്ത് ഹിസ് സാഷൽ ആൻഡ് ഷൈനിങ് മോർണിംഗ് ഫേസ് ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിലും എന്താണ്? ലൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ക്രീപ്പിംഗ് അല്ലേ? രാവിലെ എണീക്കുമ്പോൾ എന്താണ്? ക്രീപ്പിംഗ്, ഭയങ്കരമല്ലേ? സ്നെയിലിനെ പോലെ, ഒച്ചിനെ പോലെയാണ് അവൻ കാര്യങ്ങൾ ചെയ്യുന്നത് സ്കൂളിലേക്ക് പോകാനെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ പോലെ എന്നൊക്കെ നമ്മൾ പറയുന്നതിനെയാണ് അപ്പോൾ അങ്ങനെ ഒരു സാധനത്തിന് മറ്റൊരു സാധനത്തോട് കമ്പയർ ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ, ലൈക്ക് ആസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമിലെ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയാണ് രണ്ട് സാധനങ്ങൾ കമ്പയർ ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സിമിലെ എന്ന് പറയും. അങ്ങനെ വേറെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? സൈൻ ലൈക്ക് എ ഫേർണസ്, ലവറിൻ്റെ ഒരു ഡീപ്പായിട്ടുള്ള സങ്കടം പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ കത്തുന്ന ഫർണസിനോടൊക്കെ അവനെ കമ്പയർ ചെയ്യുന്നുണ്ട്. ബേർഡ് ലൈക്ക് ദ പാർഡ് സോൾജേഴ്സ്, ബേർഡ് ഈസ് കമ്പയർഡ് ടു ലെപ്പേർഡ്. ലെപ്പേർഡിൻ്റെ താടി പോലെയാണ് ആ സോൾജറിൻ്റെ ബേർഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്? അതൊക്കെ സിമിലെയാണ്. ആസ് എ ലൈക്കൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് കമ്പാരിസൺ നടത്തുന്നുണ്ടോ അതിനെയൊക്കെ നമ്മൾ സിമിലെ എന്നാണ് പറയുക. Okay, first 2 lines. All the words is stage and all the men and women merely plays. ഈ ഭൂമി ഒട്ടാകെ എന്താണ്? ഭൂമി ഒരു സ്റ്റേജ് ആണെന്ന് പറയുന്നുണ്ട്. എല്ലാ സ്ത്രീയും പുരുഷന്മാരും അതിലെ ആക്ടേഴ്സാണ്, പ്ലേയേഴ്സാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വേൾഡിനെ സ്റ്റേജ് ആയിട്ട് പറയുന്നുണ്ട്, മെൻ ആൻഡ് വുമണിനെ പ്ലേയേഴ്സ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? മെറ്റഫർ എന്ന് പറയാം.
അപ്പോൾ മെറ്റഫറും സിമിലയും തെറ്റുണ്ട. സിമിലയിൽ എന്താ പറയുന്നത്, ലൈക്ക് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സൈയിങ് ലൈക്ക് ഫെർണസ് ബേർഡ് ലൈക്ക് ദ പാർഡ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് സിമിലെ എന്ന് പറയാം. മെറ്റഫർ എന്ന് പറഞ്ഞാൽ എന്താ, ഒന്ന് മറ്റൊന്നാണ് എന്ന് പറയുകയാണ്. ലൈക്കും യൂസൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ എന്താ പറയുന്നത്, ഇത് വേറൊരു കാര്യമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എക്സാമ്പിൾസ് ഏതൊക്കെയാ? ദ വേൾഡ് ഈസ് കമ്പയർഡ് ടു എ സ്റ്റേജ്. വേൾഡ് ഒരു സ്റ്റേജ് ആണെന്ന് പറയുന്നുണ്ട്. മെൻ ആൻഡ് വുമൺ ആർ കമ്പയർഡ് ടു ആക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യത്തെ നമുക്ക് എന്ത് പറയാം, മെറ്റഫർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ലെസണിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ബാക്കി ആക്ടിവിറ്റീസും വരുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്